ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എടുക്കാൻ പോകുന്നത്. സോ സാരി മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് പെൺപിള്ളേരെല്ലാവരും കാണാൻ പോവാണ്. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓയിലി സ്കിന്നിന് പറ്റിയ അടിപൊളി മോയ്സ്ചറൈസറാണ്. ഇത് അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ എന്ത് വെയിലല്ലേ, ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് 50+ എടുക്കുന്നതായിരിക്കും, SPF 50+ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം ഞാൻ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ലാക്മേയുടെ 9 to 5 ഫൗണ്ടേഷനാണ്. എനിക്കിപ്പോൾ സ്പഞ്ച് യൂസ് ചെയ്യണേക്കാട്ടിലും കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. കാരണം എനിക്കത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം യൂസ് ചെയ്തായിരിക്കും. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ കൈകൊണ്ട് യൂസ് ചെയ്യില്ല കേട്ടോ, കാരണം എനിക്ക് പുട്ടി അടിച്ച പോലെ ഇരിക്കും. അതിനുശേഷം ഞാൻ കഴുത്തിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ സ്ലീവ്ലെസ് ആണ് ഇടുന്നത്. അപ്പോൾ കഴുത്തിൽ ഒരു ഡിസ്കളർ വരാതിരിക്കാൻ വേണ്ടിയാണ്, അതായത് ഫേസിലും കളറിലും ഒരു 2 കളറായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലും നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് പാക്കിൻ്റെ ഐബ്രോ പാലറ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല, എല്ലാവർക്കും അടിപൊളിയായിട്ട് തോന്നത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കിത് ഓക്കെ ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്നോ, സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര അഫോർഡബിളും ആണ്, അടിപൊളിയാണ് ആ സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എൻ്റെ ബ്രഷും എല്ലാം കിടിലാണ്. ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ 500 സംതിങ് ആണ് കേട്ടോ. ബ്രഷും അത്യാവശ്യം വലുതുമാണ്. പക്ഷേ എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ സ്വിസ് ബ്യൂട്ടിയുടെയാണ്. അത് അഫോർഡബിളും ആണ്, ഭയങ്കര അടിപൊളിയാണ്. എഴുതുമ്പോൾ ഉണ്ടല്ലോ ഇതിനേക്കാളും കിടിലോ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഇത് കൊള്ളത്തില്ല എന്നല്ല, എനിക്ക് ഇഷ്ടമാണ്. ബട്ട് എങ്കിലും കുറച്ചുകൂടി എന്താ പറയുക, ഈ 10 out of 10 കൊടുക്കാൻ പറ്റുന്ന സ്വിസ് ബ്യൂട്ടിയാണ്. എൻ്റെ ബ്രഷും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, എൻ്റെ ബ്രഷും കൊള്ളാം. ബട്ട് എങ്കിലും എനിക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയ സ്വിസ് ബ്യൂട്ടിയുടെയാണ്. എൻ്റെ അത് തീർന്നു കേട്ടോ. ഇനി അത് എനിക്ക് ഒന്നുകൂടി വാങ്ങണം. നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു ഐബ്രോ ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലായില്ലേ, ഭയങ്കര അടിപൊളിയാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നോ, നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള പ്രോഡക്റ്റ് സെൻറ്ററിൽ പോയിട്ട് ഏറ്റവും ലാസ്റ്റും ഫ്രണ്ടിലും വന്നിട്ട് കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം ബ്ലഷാണ് കേട്ടോ. ഇത് കിടിലം പ്രോഡക്റ്റാണ്. ഇത് പിക്സിയുടെ ബ്ലഷാണ്. നിങ്ങൾ നല്ലൊരു ബ്ലഷ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ബ്ലഷിന് നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങണം. അത് അടിപൊളി സാധനമാണ്, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഗോ ടു മേക്കപ്പ് പ്രോഡക്റ്റിൽ ഒരെണ്ണം ഇതായിരിക്കും. അടുത്ത് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത് മസ്കാരയാണ്. ഇത് മാക്കിൻ്റെ മസ്കാരയാണ്, കിഡിലം മസ്കാരയാണ്. ഒരു 2-3 സ്ട്രോക്കിൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഐലാഷസ് വരും. ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്തില്ല, കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു മസ്കാര വാങ്ങുക. എന്നിട്ട് ഒരു ഹാക്ക് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, ടാൽക്കം പൗഡർ കുറച്ചെടുത്ത് ഐലാഷിൽ അപ്ലൈ ചെയ്തിട്ട് മസ്കാര ഇട്ടാൽ കുറച്ച് നല്ല തിക്കായിട്ട് തോന്നും. കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി നല്ല വിടർന്ന കണ്ണായിട്ട് തോന്നും. സോ ആ ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു മസ്കാരയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ മുകളിലും കണ്ണിൻ്റെ താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം മുകളിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ. എന്തോ എനിക്ക് താഴെ എഴുതാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കും. കുറച്ചുകൂടി അടിപൊളിയാണ് 2 സൈഡും കൂടെ എഴുതുമ്പോൾ. ആ ഡിഫറൻസ് നിങ്ങൾ കണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റത്തതും ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല വിടർന്ന കണ്ണായില്ലേ. ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് വിചാരിച്ചത്. കാരണം സാരിക്ക് ഒരു സിമ്പിൾ മേക്കപ്പ് മതി എന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ ചെയ്ത് വരുമ്പോൾ മേക്കപ്പ് കുറച്ച് ഓവറാവാറുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ഇടാനായിട്ട്. അപ്പോൾ ഇതെല്ലാ ഗേൾസിനും അങ്ങനെ ആയിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും മേക്കപ്പ് യൂസ് ചെയ്യാനായിട്ട്. ഐലൈനർ എഴുതുന്നത് കാണിക്കാത്ത എന്തെന്നോ, കാരണം എനിക്ക് കണ്ണാടി നോക്കി എഴുതിയാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇതെന്തായാലും ഇപ്പോൾ ഞാൻ എൻ്റെ ഗേൾസിൻ്റെ കൂടെ പോകണമല്ലേ, അപ്പം ഇത് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് എഴുതണ്ടേ. അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിയാണ് എഴുതിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പ്രത്യേക ഒരു ട്യൂട്ടോറിയൽ ചെയ്യാം കേട്ടോ. അപ്പം മുകളിൽ ഞാൻ ലാക്മേയുടെ ഐലൈനറാണ് എഴുതി കൊടുത്തത്. അതിനുശേഷം താഴെ ഞാൻ കാജലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് റെനയുടെ മിഡ് നൈറ്റ് കോൾ കാജലാണ്. കിഡിലം ആണ് കേട്ടോ, ഇത് അടിപൊളി സാധനമാണ്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ലോവർ ലൈനിൽ കാജൽ എഴുതുന്നതിന് മുന്നേ കണ്ണിന് താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും. ഞാൻ കണ്ടുപിടിച്ചൊരു ഹാക്കാണ് കേട്ടോ. കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്തോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കെന്തോ അങ്ങനെ തോന്നിയാണ് ഞാൻ ചെയ്യണത് ഇപ്പോൾ. പക്ഷേ അത് കുറച്ച് വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഈ റെനയുടെ കാജൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം. ഒരു കാജലൊക്കെ നമ്മൾ ഒരു 200 അകത്ത് ആയിരിക്കും വാങ്ങണത്. പക്ഷേ ഇതിൻ്റെ റേഞ്ച് പറഞ്ഞാൽ 500-നകത്താണ് കേട്ടോ. അതായത് 400 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റത്തില്ല. ഞാൻ വാങ്ങിയതെന്ന് വെച്ചാൽ ഓഫർ പ്രൈസിലാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് 200-നാണ് കിട്ടിയത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഗൂഗിൾ പ്ലേയിൽ റെനയുടെ ഓഫർ വന്നു. അത് എന്തോ 200 എന്തോ ഓഫ് വന്നു. അപ്പോൾ എനിക്ക് ഇത് 200-നാണ് എനിക്ക് കിട്ടിയത് റെനെ. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇല്ലെങ്കിൽ ഞാൻ വാങ്ങത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടൊരു കാജൽ നോക്കുകയാണെങ്കിൽ മേബിലിൻ്റെ കാജൽ കിഡിലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ബ്ലാക്ക് കളർ കാജലാണ്. ട്രൈ ചെയ്ത് നോക്ക്. വലിയ ആഡംബരത്തിൽ ഞാൻ ഈ വലിയ കമ്മലൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതെല്ലാം ഇട്ടുകൊണ്ട് പോയത്. ഞാൻ ഒരു സ്റ്റഡാണ് ഇട്ടുകൊണ്ട് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഹെവി ആയിട്ട് തോന്നി എനിക്ക് മേക്കപ്പ്. കാരണം ഈ മേക്കപ്പ് അത്യാവശ്യം ഹെവി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇയറിങ് ഹെവി കൊടുക്കണ്ട, ഒരു സ്റ്റഡ് കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. ഞാൻ ഹെയർ എന്തായാലും ടൈ ചെയ്തിട്ടില്ല. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്. കിഡിലൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എന്തായാലും ഇത് റീപർച്ചേസ് ചെയ്യണം എനിക്ക്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗേൾസ് ഡേ ഔട്ട് ഫുൾ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് ഈ ലുക്കിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.